നമ്മളിന്ന് പെഹൽഗാമിലേക്കാണ് പോകുന്നത്. ഇവിടെ ഷെയർ ടാക്സി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 രൂപക്ക് ആദ്യം ഒരു 10 കിലോമീറ്റർ ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് പെഹൽഗാം. ഇവരെപ്പോഴും നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമോ? പക്ഷെ ഇതിപ്പോ വീഡിയോ കോൾ ചെയ്യാറില്ല. ഷെയർ ടാക്സ് തണുപ്പുണ്ട്, വെയിലും കൂടിയാണ്. ഇപ്പൊ നല്ലത് തെളിഞ്ഞ് വെയിലുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോ വിചാരിക്കും വെയിലാണ്, ഇതാണ് നല്ല തണുപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങള് ഷെയർ ടാക്സി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാണ്. ട്രെയിന് ഉണ്ടാവുന്നവര് പറഞ്ഞേ, ട്രെയിൻ ഇല്ലെങ്കിൽ മൂഞ്ചു. 2:10 ട്രെയിൻ. വളരെ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇല കൊഴിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ പോയറ്റിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷം. കാശ്മീരിൽ ഓരോ കാലാവസ്ഥക്കും ഓരോ മുഖങ്ങളാണ് കാശ്മീരിൽ. ഇവിടെ നിന്ന് പെഹൽഗാമിലേക്ക് ഷെയർ ടാക്സി പിടിക്കാന്നാണ് പറയുന്നത്. 40 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ 100 രൂപയാവും ഷെയർ ടാക്സി. പിന്നെ ബസ് ഇല്ലെന്നാ പറഞ്ഞു. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞത് ഈ വണ്ടിയാണ്. ടെമ്പോ ട്രാവലർ ആൾട്ടർ ചെയ്ത പോലത്തെ ഒരു വണ്ടിയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ, ചെറിയ ബസ്സുകൾ. और भैया आपका नाम क्या है? मेरा नाम है गुलाम मोहिद्दीन, मैं पुलिस में हूँ. ഇവിടെ ആളുകൾ. താങ്ക് യു സർ. ठीक है, നേരെ അങ്ങ് കയറിയിരുന്നു. करना किसी को नहीं बोलना हमने क्या करना, खुद करना. ठीक है. वरना इधर बड़ा पैसा लगता है. हाँ हाँ उधर तो बोली था इधर से इधर दबाया कॉलेज में बोल रहा है. आपका नाम क्या है? Zishan. इजीशा. यू आर लिविंग फ्रॉम कॉलेज? आप कॉलेज से आ रहे हैं? Tuition से. ओ ट्यूशन से. विच क्लास यू स्टडी? 6th. 6th പഠിക്കുന്ന നമ്മള് പെഹൽഗാമിലേക്ക് കടന്നു. മഞ്ഞിങ്ങനെ വിസിബിളായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡ്രസ് ഇട്ട് പോയി നിൽക്കും. കണ്ടോ? ഈ ഡ്രസ് ഇട്ടാണ് പോയി നിൽക്കും. ഷർട്ട് മാത്രം കണ്ടോ? അങ്ങനെ നമ്മള് പെഹൽഗാമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു സുന്ദരമായിട്ടുള്ള വാലിയാണ്, താഴ്വാരങ്ങൾ, മഞ്ഞ് പെയ്തിട്ടുണ്ട്. വളരെ ഇതാണ് പെഹൽഗാം താഴ്വരകൾക്കരികിലൂടെ ഒഴുകുന്ന ലിഡാർ നദി. ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന ഇടവെന്നും ഏറ്റവും സുന്ദരമായ ഭൂപ്രകൃതികളിൽ ഒന്നെന്നും SK പൊറ്റക്കാട് വരെ വർണ്ണിച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത്. भैया आपका नाम क्या है? अर्शिद. जी जी. और ये पहलगाम आइलैंड पार्क है? जी आइलैंड पार्क है. हाँ हाँ. बढ़िया ब्यूटीफुल जगह है पहलगाम. और ये लिडार रिवर पास. जी जी. ഇവിടെ ലിഡാർ നദിയുടെ തീരത്തുള്ള പാർക്കാണ്. ദൂരെ ഈ മഞ്ഞുമലാണ്. എന്ത് ഭംഗിയാണെന്നറിയോ. വെയിൽ കൊണ്ട് ഇങ്ങനെ വെട്ടി തിളങ്ങാണ് അവിടെ. ഈ കാലാവസ്ഥാ വ്യതിയാനം മഞ്ഞുവീഴ്ചേനെ വളരെ ബാധിക്കുന്നുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും മഞ്ഞുവീഴ്ചയും ഈ മഞ്ഞിന്നുള്ള കാഴ്ച ഇനി കുറഞ്ഞു വരും. ഐലൻഡ് പാർക്കിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള മഞ്ഞ് വീണ് ആ ഒരു സൗന്ദര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർക്കാണ്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ജാക്കറ്റൊക്കെ വലിച്ചൂരിയാണ്.
അതിപ്പോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വേഗം ഇടും. ഞാനെല്ലാം എക്സ്പോസ് ചെയ്ത്. ഇവര് ചെന്നൈയിലുള്ള ടീമാണ്. ഞാൻ വന്നപ്പോ ഇവരിവിടെ മഞ്ഞുവശം ഉണ്ടാക്കായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. നോക്കിയാ ഞാൻ വന്ന് കേരള ഇருந்து നടந்து லிஃப்ட் கேட்டு அப்படி வந்தேன். ஹிச் ஹைக் பண்ணி வந்தேன். ഇപ്പോഴേക്കും ഞങ്ങള് രാവിലെ തന്നെ കശ്മീരി മട്ടൻ ഹലീം. അങ്ങനെ സന്ധ്യയോടുകൂടി ഞങ്ങൾ പെഹൽഗാമിൽ നിന്നും ശ്രീനഗറിലുള്ള ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ച് യാത്രയായി. അങ്ങനെ നെക്സ്റ്റ് ഡേ ആദിലിനോടും അജ്നാസിനോടും കാശ്മീരിനോട് തന്നെ ബൈ പറഞ്ഞ് എൻ്റെ 4 മാസത്തെ ഹിച്ച് ഹൈക്കിംഗ് യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ട്രെയിനിലേക്ക് ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഹിച്ച് ഹൈക്കിംഗ് യാത്രയ്ക്ക് ശുഭപര്യവസാനം. യാത്രകൾ തുടരുന്നു.